എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഒരു തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കണമെങ്കിലോ തേങ്ങ ചുരണ്ടണം, തേങ്ങ അരച്ചെടുക്കണം, അപ്പോൾ തന്നെ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകാറുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ തേങ്ങ അരച്ച് തയ്യാറാക്കുന്ന പച്ചക്കറികൾക്കും ഈ ഒരു കൂട്ട് മാത്രം മതിയാകും. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടില്ല ഈ ഒരു കൂട്ട് വെച്ചിട്ട് മീൻകറിയൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദ് കൂടെ കിട്ടുന്നതാണ്. ഈ ഒരു കൂട്ടുപയോഗിച്ച് മീൻകറി തയ്യാറാക്കുമ്പോൾ 2 വീടപ്പുറം വരെയും ഈ ഒരു കറിയുടെ മണം കിട്ടുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചി ഇൻസ്റ്റൻറ്റ് തേങ്ങാക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇൻസ്റ്റൻറ്റ് ഫിഷ് ഗ്രേവി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ള വലിയ 2 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഗ്രേവിക്കായിട്ടുള്ള നാളികേരം എടുക്കുമ്പോൾ അധികം ഉണക്കാവാത്ത നാളികേരമാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ നാളികേരത്തിനെ ഒന്ന് തിരുമിയെടുക്കാം. നാളികേരത്തിന് തിരുമിയെടുത്തു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. അതിനുശേഷം ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് നാളികേരം ചേർക്കുമ്പോൾ പാനിന് അധികം ചൂടാവാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നാളികേരം പെട്ടെന്ന് തന്നെ ചൂട് കൊണ്ട് കരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മളിവിടെ മിക്സിയുടെ ജാറിലിട്ട് നാളികേരം പൊടിച്ചെടുത്തിട്ടുള്ളത് നാളികേരം ഒരേ തരത്തിൽ തന്നെ ഫ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് നാളികേരത്തിനെ ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കുന്നത്. നാളികേരം ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടതുണ്ട്. 10 കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ചേർക്കുന്നത്. ഉള്ളിയില്ലാത്ത നാട്ടിലാണെങ്കിൽ നിങ്ങൾക്കൊരു സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് അധികം എണ്ണ ഒന്നും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയിലെയും ഇഞ്ചിയിലെയും വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ചെറിയ തീയിൽ തന്നെ വെച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 50 വറ്റൽമുളകാണ്. വറ്റൽമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും നേരം നമ്മൾ ഫുൾ ഫ്ലെയിം അല്ല വെച്ച് കൊടുത്തിട്ടുള്ളത്, ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കറികൾക്ക് നല്ല സ്വാദ് കിട്ടുന്നതാണ്. മുളക് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ 1/2 സ്പൂൺ അളവിലാണ് ഉലുവ ചേർത്തിട്ടുള്ളത്. ഉലുവയും ചേർത്തിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ നാളികേരം നല്ല പോലെ ഒന്ന് കളറൊക്കെ മാറി വരണം. സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ നാളികേരത്തിനെ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാലോ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് ഒരു തരി പോലും അടിയിലൊന്നും പിടിക്കാതെയാണ് നമ്മുടെ നാളികേരം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതും നമ്മുടെ നാളികേരത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ നാളികേരം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലതുപോലെ കഴുകി അതിലെ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ടും. ഞാനിവിടെ 2 നാളികേരത്തിന് ഒരു പിടി കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് തേങ്ങ അരച്ച മീൻകറിയുടെ കൂട്ടാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. തേങ്ങ അരച്ച മീൻകറിക്ക് മല്ലി ചേർക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് മല്ലി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പെരുംജീരകം ചേർക്കാൻ താല്പര്യമാണെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. പെരുംജീരകം ചേർത്ത് കഴിഞ്ഞാൽ മീൻകറിക്ക് പ്രത്യേക സ്വാദ് കൂടെ കിട്ടുന്നതാണ്. ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ നാളികേരം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ കൂട്ടിയിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്നുകൂടി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് ഫിഷ് മസാല കൂട്ട് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ മസാലക്കൂട്ട് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ
വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് രുചികരമായിട്ടുള്ള കറികൾ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കേണ്ടതാണ്. നമുക്ക് ഈ നാളികേരത്തിന് 2 തവണ കൊണ്ടാണ് പൊടിച്ചെടുക്കാൻ സാധിക്കുക. ഇനിയിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള നാളികേരം ഒരു ബൗളിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ട് നല്ല പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൂട്ട് ഇവിടെ നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ടിന്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ചില്ലു കുപ്പികളിലാക്കിയിട്ട് ഒന്ന് അടച്ചുകൂടെ സൂക്ഷിക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു തേങ്ങാ പൗഡർ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ടും. ഉപ്പ് ചേർത്ത് പൊടിക്കുന്നത് നമ്മുടെ പൗഡർ പെട്ടെന്ന് തന്നെ ചീത്തായി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ അല്ലേ? ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കും വിദേശത്തേക്ക് പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്ന നമ്മുടെ മക്കൾക്കും അവർക്ക് ഒരു തരി പോലും കേടായി പോവാതെ തന്നെ കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു തേങ്ങാക്കൂട്ടാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങാക്കൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ തേങ്ങാക്കൂട്ട് 2-3 ദിവസം പുറത്തൊക്കെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഫ്രീസറിലാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.